ശ്രീ റോജി എം ജോൺ അതോറൈസ്ഡ് പ്രകാരം ശ്രീ എം വിൻസെന്റ്. ഈ വർഷത്തെ നഷ്ടം തന്നെ കണക്കാക്കിയിരിക്കുന്നത് 7 കോടിയിലേറെ രൂപയാണ്. 7 കോടി രൂപയിലേറെ മത്സ്യസമ്പത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സാർ, ഇത് ഈ വർഷം മാത്രം ഉണ്ടായ ഒരു പ്രതിഭാസമല്ല. കഴിഞ്ഞ വർഷവും ഇതുപോലെ മത്സ്യസമ്പത്ത് നഷ്ടപ്പെട്ടു. പാതാളത്തിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുറക്കുന്നതിലൂടെയാണ്, അവിടെ നിന്നാണ് രാസമാലിന്യം കടന്ന വെള്ളം ഇതിനകത്തോട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പോഴും പഠനം നടത്തുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പഠനം നടത്തി കുറ്റക്കാരായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ കുറ്റക്കാരായിട്ടുള്ള വ്യവസായശാലകളാണെങ്കിൽ അതിനെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ നടപടി ഉണ്ടാവുന്നു. വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളുള്ള വ്യവസായശാലകളുണ്ട്, ഇല്ലാത്ത വ്യവസായശാലകളുണ്ട്. ഈ വന്ന റിപ്പോർട്ടുകളിടത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് മത്സ്യം ചത്തുപൊങ്ങിയതെന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടില്ല. എന്നാൽ അതിലൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, അത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. അങ്ങ് പറഞ്ഞ പോലെ ഇറിഗേഷൻ്റെ കീഴിലുള്ള ഈ ബ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്ന് പറയുന്നത് 100% വസ്തുതാപരമല്ല. അത് ഇറിഗേഷനാണ് പരിശോധിക്കേണ്ടത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് അതിപ്പോൾ പരിശോധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.